മക്കളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ 3 വാചകങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ബുഷ്റ, മക്കൾ സന്തോഷവാർത്തയാണ്, ഗുഡ് ന്യൂസ് ആണ്. 2 ഹിബ, മക്കൾ സമ്മാനമാണ്, ഗിഫ്റ്റ് ആണ്. 3 മക്കൾ ഫിത്തിനയാണ്, അഥവാ മക്കൾ പരീക്ഷണമാണ്. മക്കൾ ഉണ്ടായിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു എന്നുള്ളത് പൊതുവെ ഒരു സന്തോഷ വാർത്തയാണല്ലോ. എന്നാൽ അത് ദൈവം തമ്പുരാന്റെ, പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ഹിബയാണ്, വലിയ സമ്മാനമാണ്. സമ്മാനത്തെ നമ്മൾ എത്ര മഹത്തരമായിട്ടാണ്, എത്ര സന്തോഷമായിട്ടാണ് സ്വീകരിക്കുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. മൂന്നാമതും മക്കൾ ഫിത്തനയാണ്, അഥവാ പരീക്ഷണമാണ്. ഈ 3 വാക്കുകൾക്കും ഖുർആൻ നൽകുന്ന 3 ആയത്തുകൾ ഇവിടെ ചേർക്കുകയാണ്. ഹിബ, റബ്ബന ഹബിലന, പടച്ചവനെ ഞങ്ങൾക്ക് നീ സമ്മാനമായി നൽകണമേ. ഹിബ എന്ന് ഖുർആനിൽ 1-ലധികം തവണ മക്കളെ സംബന്ധിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഖുർആൻ രണ്ടാമത് പറയുന്നത് ബുഷ്റ എന്നാണ്. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ, നിനക്കൊരു കുട്ടിയെ തന്നിരിക്കുന്നു എന്ന് നാം സന്തോഷവാർത്ത നൽകിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മൂന്നാമത് ഫിത്തിനയാണ്. ഇന്നമ അംവാലുക്കും വ ഔലാദുക്കും ഫിത്തിന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ്. ചെറുപ്രായം മുതൽ വിവാഹവും വിവാഹാനന്തരവും ഒക്കെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കള് വേവലാതിയാണ്, മക്കള് പരീക്ഷണമാണ്. ഈ 3 വാചകങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ മക്കളെ സംബന്ധിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്.